പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നെന്നോ ബഹുമാനിക്കുന്നെന്നോ എന്നൊക്കെ ചിന്തിച്ചാൽ അത് നമ്മുടെ മിഥ്യാധാരണയാണ്. എപ്പോഴും ചിന്തിച്ചുകൊള്ളുക, 100 പേര് നമ്മുടെ മുമ്പിൽ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ, നമ്മളവരെ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 70% നമ്മളെ ഇഷ്ടപ്പെടാത്തവർ തന്നെയായിരിക്കും. അതിന് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഇവരിഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഭൂമി ജീവിക്കണ്ടേ? ഇഷ്ടപ്പെടാത്തവരും ജീവിക്കണമല്ലോ ഭൂമിയിൽ. എന്നുവെച്ചാൽ ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ വെറുക്കണമെന്നല്ല ഞാനീ പറയുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സമ്പാദ്യമുണ്ട്. രണ്ടാമത് സൗന്ദര്യം. മൂന്നാമത് അധികാരം, അംഗീകാരം, കഴിവുകൾ, പഠനം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറേ പേര് അടുത്ത് വരും. ഇനി ഇതൊക്കെ ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് പണമില്ലെങ്കിൽ, ഇന്നത്തെ കാലത്ത് വിദ്യയോ കഴിവോ ഒന്നും വലിയ കാര്യമില്ല. പണവും അധികാരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇല്ല എങ്കിൽ നമ്മളെ ഈ ഇരിക്കുന്ന 40% ആളുകളും വെറുക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ നമ്മളെ നമ്മുടെ തന്നെ കുറ്റം കൊണ്ടായിരിക്കാം, അവരുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ക്ഷണിക്കുകയോ ക്ഷണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. അത് 1-2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ശത്രുത അവരുടെ മനസ്സിലുണ്ട്. കാണുമ്പം വെളുക്ക ചിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ ഉള്ളിൽ മാരകമായ രാജവെമ്പാലേക്കാളുള്ള വിഷം ഉള്ളിലുണ്ടെന്നാണ് അതിൻ്റെ സത്യം. അതല്ല എങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരെക്കാൾ നമ്മൾ മാനിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്തയുണ്ടാവും. അതുമല്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് എന്തെങ്കിലും മറ്റുള്ളവരോട് പറയും എന്ന ഒരു ചിന്ത അവരെ ഭരിക്കുന്നുണ്ടാവാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലരൊക്കെയെങ്കിലും നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ഞാനിതിൻ്റെ തിരിച്ച് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വണ്ടി അപകടമുണ്ടാകും എന്ന് വിചാരിച്ച് നിങ്ങളാരെങ്കിലും വണ്ടി ഓടിക്കാതിരിപ്പുണ്ടോ? തെങ്ങിൽ കയറുമ്പോൾ വീഴും എന്ന് വിചാരിച്ച് തെങ്ങിൽ കയറാതിരിക്കുന്നുണ്ടോ? കടലിലൂടെ പോകുന്ന ബോട്ട് മറിയുമെന്ന് വിചാരിച്ച് ബോട്ടിൽ മീൻ പിടിക്കാൻ പോകാതിരിക്കാറുണ്ടോ? പ്രതിബന്ധങ്ങൾ ജീവിതത്തിലുണ്ടാവും. കടം വരും, മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെടും. അവിടെ നിന്ന് നമ്മൾ അവരുടെ വാക്ക് കേട്ട് ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട്, തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടവരാണ് എന്ന് ഓർക്കുക. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിമർശിച്ചവരാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരിഹസിച്ച് ചിരിച്ചവരാരെങ്കിലും രാവിലെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ആഹാരപദാർത്ഥങ്ങൾ 2 കിലോ അരിയും അതിന് വേണ്ട സാധനങ്ങളും കൊണ്ടുവച്ച് തന്നിട്ടുണ്ടോ? ഇതുവരെ കൊണ്ടുവച്ച് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ രണ്ടാമത്, കടം കയറി മുടിഞ്ഞ് വീട്ടിനകത്തിരിക്കുക. എന്നെങ്കിലും നിങ്ങളുടെ കടം വീട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും രൂപ തരുന്നു, നിങ്ങളുടെ കടം വീട്ട്, ഉള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഈ പരിഹസിച്ചിരിച്ചവരോ ഒക്കെ ഇല്ലല്ലോ, തന്നിട്ടില്ലല്ലോ. ഇനി അടുത്തത്, നിങ്ങൾ എന്തെങ്കിലും വിഷമത്തോടെ അകത്തിരുന്ന് ആരുടെയും മുമ്പിൽ വരാൻ സാധിക്കാതെ ഇരുന്ന് കരഞ്ഞ് ഇരിക്കുന്ന ഏതെങ്കിലും മുഹൂർത്തം ഉണ്ടെങ്കിൽ അന്ന് ആരെങ്കിലും നിങ്ങളെ വന്ന് ആശ്വസിപ്പിക്കുകയോ കണ്ണ് തുടയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവരുടെയൊക്കെ മുമ്പിൽ തല കുനിക്കുന്നത്? എന്തിനാണ്? ഇപ്പോൾ വിമർശനത്തിന് മുമ്പിൽ തല കുനിക്കുകയില്ല, ആണായാലും പെണ്ണായാലും ഞാൻ പറയണം. 1, ശിരസ്സുയർത്തി നടക്കുക. 2, നെഞ്ചു വിരിച്ച് മാറ് വിരിച്ച് നടക്കാൻ പഠിക്കുക. കുഴയാത്ത നാക്കുകൊണ്ട് ചുട്ടപ്പം പോലെ സംസാരിക്കാൻ പഠിക്കുക. പിന്നെ തീക്ഷ്ണതയുള്ള കണ്ടുകൊണ്ട് കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കുക. ഇനിയും ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് ചോദിക്കാനുള്ള മനസ്സ് വേണം. ക്ഷമിക്കേണ്ടിടത്തെ ക്ഷമിക്കാവൂ, വിളിച്ചിടത്തെ പോകാവൂ, പൊറുക്കേണ്ടിടത്തെ പൊറുക്കാവൂ. ക്ഷമിക്കേണ്ടവനോട് ക്ഷമിക്കുന്നതിൽ നമുക്ക് കുറ്റമൊന്നുമില്ല. നമ്മളെ തെറി വിളിക്കുന്നവനോട് തെറി വിളിക്കാതിരിക്കുന്നത് നമ്മുടെ മാന്യത, അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കടം കയറുകയോ വിഷമം വരുമ്പോഴോ ഒക്കെ നമ്മൾ മുറിയടച്ചകത്തിരിക്കുകയല്ല വേണ്ടേ. പൊരുതാൻ ഉള്ള ശക്തി വേണം. ഒരു കൊല്ലം വെള്ളം കയറുകയും നെല്ലെല്ലാം പോയെന്ന് വിചാരിച്ച് കർഷകൻ അടുത്ത കൊല്ലം നെല്ലിടാതിരിക്കില്ല. അതാണ് കർഷകൻ്റെ ധൈര്യം. ആ കർഷകൻ്റെ ധൈര്യവും തുഴഞ്ഞു പോകുന്നവൻ്റെ, അതായത് കടലിൽ തുഴഞ്ഞു പോകുന്നവൻ്റെ, തിരമാലകളെ പേരിച്ച് തുഴഞ്ഞു പോകുന്നവൻ്റെ ധൈര്യവും ശക്തിയുമൊക്കെ നമുക്കുണ്ടാകട്ടെ. ജോൺസൺ കരൂർ. നല്ല ദിവസം.